ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗിഫ്റ്റ് പാക്കിംഗ് ആണ്. ഹാൻഡ് മെയ്ഡ് ബിസിനസ് ചെയ്യുന്ന തുടക്കക്കാർക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ പാക്കിംഗ് എന്ന് പറയുമ്പോൾ. അത് ഒരുപാട് കോസ്റ്റ്ലിയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഐറ്റംസിനേക്കാളും നമുക്ക് റേറ്റ് വരും ഈ ഒരു പാക്കിങ്ങിൻ്റെ സമയത്ത്. അപ്പം അതെങ്ങനെ നമുക്ക് കുറച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറഞ്ഞ രീതിയിൽ നമ്മൾ പാക്കിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റ് കേട് വരുന്ന രീതിയിൽ നമ്മൾ പാക്കിങ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തുകയും വേണം. എന്നിട്ട് നമുക്ക് ആ ഒരു പാക്കിങ്ങിൽ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറയ്ക്കുകയും വേണം. ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആദ്യം വേണ്ടത്, നമ്മൾ ഈ ഒരു പാക്കിങ്ങിന് വേണ്ടിയിട്ട് ബോക്സ് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്ന കാർഡ്ബോർഡ് പീസസ് എടുത്ത് വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബോക്സ് ടൈപ്പൊന്നും അല്ല, കറക്റ്റ് ഷീറ്റായിട്ടുള്ളൊരു ബോർഡാണ്. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ഈ റൗണ്ട് ഷേപ്പിൽ കവർ ചെയ്യുന്ന രീതിയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് സൈഡിലും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ഗിഫ്റ്റ് പാക്കിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് പാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഈ ഒരു ഗോൾഡൻ ഫിനിഷിങ് വരുമ്പോൾ നമുക്ക് റേറ്റ് കൂടുന്നുണ്ട്. ഇതിന് 30 റുപ്പീസിൻ്റെ ഷീറ്റാണ് കേട്ടോ. 4 റുപ്പീസ് മുതൽ നമുക്ക് ഗിഫ്റ്റ് പാക്കിംഗ് ചെയ്യാനുള്ള ഷീറ്റുകൾ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കുക. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് 4 റുപ്പീസിനെന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പൊതിഞ്ഞ് വരുമ്പോൾ ചിലപ്പോഴൊക്കെ കീറി പോകാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ളത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കതിനെ പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് റേറ്റ് കൂടുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങിലായിട്ട് പൊതിഞ്ഞ് കൊടുക്കാം. പിന്നെ നമ്മളൊന്ന് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കനം കുറഞ്ഞ പേപ്പേഴ്സിലും നല്ല ഡിസൈൻസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആദ്യം ഒന്ന് ഇതുപോലുള്ള പ്രിൻറ്റഡ് പാക്കിംഗ് പേപ്പേഴ്സ് വാങ്ങിക്കുക. ഈ ഒരു പേപ്പർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രാപ്പ് ബുക്കിലും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം കനം കുറഞ്ഞ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഈ 30 റുപ്പീസിന് വാങ്ങിക്കുന്നത് അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ നമുക്കത് സ്ക്രാപ്പ് ബുക്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഓരോ സ്ക്രാപ്പ് ബുക്കും പ്രൈസിനനുസരിച്ച് നമ്മുടെ പാക്കിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി നമ്മളിതുപോലെ നമ്മളൊരു ചാർട്ട് പേപ്പർ ഇങ്ങനെ റിബൺ നമ്മൾ വെച്ച് കൊടുക്കില്ലേ, അതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. റിബൺ വെക്കുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇതാകുമ്പോൾ നമ്മൾ ചാർട്ട് പേപ്പർ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ നിന്നോളും. നമുക്ക് അനങ്ങി പോവാണ്ട് നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പേപ്പർ ത്രെഡാണിത്. ആ പേപ്പർ ത്രെഡ് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഓരോ പാക്കിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സമയത്തെടുത്ത വീഡിയോ ആണിത്. അധികം നമ്മൾ ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ പാക്കിംഗ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാറില്ല. ഇനി നമ്മളിതൊന്ന് ഗ്ലൂ ഗൺ വെച്ച് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് നമ്മൾ വാക്സ് വെച്ചിട്ട് സീൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൽ ബേബി ബ്രീത്ത് ഫ്ലവർ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാക്സ് വെച്ചിട്ട് സീൽ ചെയ്ത ആ ഒരു എന്താ പറയുക ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ സ്ക്രാപ്പ് ബുക്കിന് കേടൊന്നും പറ്റാണ്ട് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബബിൾ റാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് വാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബബിൾ റാപ്പ് വെച്ചിട്ട് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊതിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബോക്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് കിട്ടുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസ് ആകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോക്സും വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ സെയിം സൈസേ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ സെറ്റും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിൻ്റെ സെറ്റും വാങ്ങിച്ച് വെക്കുക പറയുമ്പം ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്ലിം വാപ്പ് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡ്സും അതുപോലെ പുറം ഭാഗവും ഒക്കെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അഡ്രസ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെയാണ് ക്ലിം വാപ്പ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അഡ്രസ്സിനോ ഒന്നും വെള്ളമൊന്നും കയറത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കണം ക്ലിം വാപ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വെള്ളമൊന്നും കിടക്കാത്തതുകൊണ്ട് തന്നെ അഡ്രസ്സൊക്കെ സേഫായി ഇരുന്നോളും.
പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ലോഗോ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക, അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും അറിയിക്കുക. താങ്ക്